നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് സെറ്റപ്പുണ്ട്, അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ച്ഡാണ്, നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി. ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഇപ്പം ചില ആൾക്കാർ കരഞ്ഞ് മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ. ഈ ഫിസിക്കൽ പോസ്റ്ററിന്, ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ കരഞ്ഞ് മുട്ട നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ? നിങ്ങളുടെ മകന് അത്രയും വലിയ അസുഖമൊന്നുമില്ല, പനിയാ വല്ലതുമാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ട നിന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ്. മനസ്സിലായ? ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല, പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിലും നമുക്കെന്ത് വേണം? മേഴ്സി വേണം. എന്ത് വേണം? കരുണ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിന് വല്ല കരുണയും കിട്ടുക? കിട്ടത്തില്ല. എന്നാൽ അയാൾ കണ്ടൻറ്റഡ് ആണെന്ന് ദൈവത്തിന് അറിയാം. ഹീസ് കണ്ടൻറ്റഡ്. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ. കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ, എനിക്കറിയാം എവിടെ പോകണമെന്നുള്ളത്. പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ്, യു നീഡ്സ് മേഴ്സി. എന്നുവെച്ചാൽ മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിന് രണ്ടും രണ്ടാണ്. മേഴ്സി എന്ന് പറയുന്നത് മെറിറ്റില്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത്. ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീഡ്സ് മേഴ്സി. നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കരുണയാണ് വേണ്ടത്. അപ്പം പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആക്കാനും വേണ്ടി ഒക്കാനിക്കരുത് നടത്താം. 10 പത്രമുണ്ട്, കൊടുത്തേക്കാം. അയൽവാസികൾക്ക് ചെന്ന് കൊടുക്കും. കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങളൊരു രോഗിയെ നഖം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് മാത്രമാണ് ഗുണം. പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടാവും. പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും. അപ്പോൾ ഈ ഇവാഞ്ചലൈസേഷനും, അതായത് വിശ്വാസ കൈമാറ്റവും വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇത് ഞാനൊരു കടമ നിർവഹിക്കുക മാത്രമല്ല, ഇത് വായിച്ചവൻ അങ്ങേ അറിയണം, അത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കണം, അവർക്ക് കർത്താവിനെ കിട്ടിയെന്ന് അറിയണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ആത്മബന്ധത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ കരുണ കിട്ടും.